കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? കഥയുടെ പേരാണ് സൂപ്പർ ഹീറോ ഇടിമിന്നൽ തൊമ്മൻ. വിദ്യാപുരം എന്ന നഗരത്തിൽ ഒരു സൂപ്പർ ഹീറോ ഉണ്ടായിരുന്നു. പേര് സൂപ്പർ ഹീറോ ഇടിമിന്നൽ തൊമ്മൻ. അദ്ദേഹത്തിന് പറക്കാനുള്ള ശക്തിയോ വലിയ പേശികളോ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അതിവേഗത്തിൽ ഓടാനും മിന്നൽ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള ശക്തി ഉണ്ടായിരുന്നു. അതാണ് തൊമ്മന്റെ സൂപ്പർ പവർ. ഈ കഥ നടക്കുന്നത് പണ്ട് കാലത്തെ കൊട്ടാരങ്ങളും ഇപ്പോഴത്തെ അതിവേഗ ബുദ്ധിയും ഒന്നിക്കുന്ന ഒരു അത്ഭുത ലോകത്താണ്. വക്രൻ എന്ന ബിരുദൻ ഒരു മോഷ്ടാവ് മാത്രമായിരുന്നില്ല, അയാൾ എല്ലായിടത്തും ചേരുന്ന ഒരു മാസ്റ്റർ വേഷപ്പകർച്ചക്കാരനായിരുന്നു. ഒരു കറുത്ത കുപ്പായത്തിന്റെ ഉള്ളിൽ എപ്പോഴും മിടുക്കനായ ഒരാളെപ്പോലെ പാന്റും ഷർട്ടും ധരിച്ചാണ് വക്രൻ തന്റെ കൗശലങ്ങൾ ചെയ്തിരുന്നത്. ഒരു ദിവസം വക്രൻ രാജാവായ രാജസേനന്റെ കൊട്ടാരത്തിൽ നിന്ന് ചിരിക്കുന്ന തൂലിക മോഷ്ടിച്ചു. എന്നിട്ടോ, നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ കഴിയില്ല, എന്റെ പസിലിന്റെ മറുപടി അറിയാമെങ്കിൽ മാത്രം വരിക എന്നെഴുതിയ ഒരു കടലാസ് അവൻ അവിടെ വെച്ചിട്ട് പോയി. രാജാവ് രാജസേന വല്ലാതെ വിഷമിച്ചു. ആരാണ് എന്നെ സഹായിക്കുക? എന്റെ പ്രിയപ്പെട്ട തൂലിക പോയല്ലോ, അയ്യോ എന്ന് അദ്ദേഹം കരഞ്ഞു. ഭടന്മാർ വാളെടുത്ത് ഓടാൻ ഒരുങ്ങിയപ്പോൾ മന്ത്രി പറഞ്ഞു, നമുക്ക് സൂപ്പർ ഹീറോ ഇടിമിന്നൽ തൊമ്മനെ വിളിക്കാം. തൊമ്മൻ കൊട്ടാരത്തിലെത്തി. വക്രൻ പലതരം കളറുള്ള കടലാസുകളും നൂലുകളും കൊണ്ട് മുടി നിറച്ചിരുന്നു. തൊമ്മൻ മിന്നൽ വേഗത്തിൽ ഒരു നിമിഷം ചുറ്റും നോക്കി. ഇവയെല്ലാം വെറുതെ ശ്രദ്ധ മാറ്റാനുള്ള വിദ്യയാണ്, അവൻ ഒരു മിന്നൽ പിണർ പോലെ മനസ്സിലാക്കി. ഭടന്മാർ വലിയ പസിലുകൾ നോക്കി തല ചൊറിഞ്ഞപ്പോൾ തൊമ്മൻ ഒരു ഇടിമിന്നൽ പോലെ മേശപ്പുറത്തിരുന്ന പഴങ്ങൾക്കരികിലേക്ക് ചെന്നു. അവിടെ ഒരു ചെറിയ മടക്കി വെച്ച കടലാസ് കിടന്നിരുന്നു. തൊമ്മൻ കടലാസിൽ എഴുതിയിരുന്ന വാചകം പുറക്കെ വായിച്ചു. പുഴകൾ ഒത്തുചേരുന്ന ഒരിടം, കൈനനയാത്ത ഒരിടം. തൊമ്മൻ ഒരു മിന്നൽ കണക്ക് കൂട്ടി. എന്നിട്ട് പെട്ടെന്ന് അവൻ ചിരിച്ചു. മഹാരാജൻ, നമുക്ക് ഭൂമിശാസ്ത്ര ഗ്രന്ഥശാലയിലേക്ക് പോകാം. അവർ ഗ്രന്ഥശാലയിൽ ഇടിമിന്നലിന്റെ വേഗത്തിലെത്തി. തൊമ്മൻ ഒരു വലിയ ഭൂപടം പതിച്ച ചുവരിനടുത്ത് ചെന്നു. അപ്പോഴാണ് വക്രൻ മൂലയിൽ നിന്ന് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നത്. സൂപ്പർ ഹീറോ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് ഞാൻ കരുതിയില്ല. എല്ലാ പുഴകളും ഒന്നിക്കുന്ന സ്ഥലം ഭൂപടത്തിലാണ് വക്രൻ. അവിടെ വെള്ളമില്ലാത്തത് കൊണ്ട് കൈ നനയില്ല. തൊമ്മൻ ഒരു മിന്നൽ പിണർ പോലെ കാര്യം വെളിപ്പെടുത്തി. തൂലിക ആ ഭൂപടത്തിന്റെ പിറകിൽ ഒളിപ്പിച്ചത് തൊമ്മൻ കണ്ടെത്തി. രാജാവ് രാജസേനൻ ചിരിച്ചുകൊണ്ട് തൊമ്മനെ കെട്ടിപ്പിടിച്ചു. സൂപ്പർ ഹീറോ ഇടിമിന്നൽ തൊമ്മൻ, നിങ്ങളുടെ മിന്നൽ വേഗത്തിലുള്ള ബുദ്ധിയാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി. അങ്ങനെ ചിരിക്കുന്ന തൂലിക വീണ്ടും കൊട്ടാരത്തിലെത്തി. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.